ഹലോ, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതിന് യൂപ്പിൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, അക്രാലിക് ഫ്ലവർ എടുത്തിട്ടുണ്ട്, ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ബീഡ്സ് ഞാൻ കളർഫുള്ളായിട്ട് മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ 4mm വയർ എടുത്തിട്ടുണ്ട്. വയർ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കുറച്ച് ലെങ്ത് കൂട്ടി വേണം എടുക്കാൻ. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കിത് അവസാനം യൂപ്പിനാണ്, ആ യൂപ്പിനിൽ വെച്ച് ടൈ ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടി എടുക്കുക. യൂപ്പിനും എടുത്തിട്ടുണ്ട്. യൂപ്പിൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ എടുക്കുക. ഇതിലേക്ക് നമ്മുടെ ബീഡ്സ് ആദ്യം കോർത്തെടുക്കുക. അക്രാലിക് ഫ്ലവർ, ഈ ഫ്ലവർ ബീഡ്സ് ഇതുപോലെ ഒന്ന് ഇടുക. അതിലേക്ക് ഗോൾഡൻ ബീഡ്സ്, ഞാനിത് ഗോൾഡൻ ബീഡ്സാണ് ഇട്ടത്. ഈ ഗോൾഡൻ ബീഡ്സിന് പകരം വൈറ്റ് ബീഡ്സോ സ്റ്റോൺസ്, ക്ലിപ്പ് സ്റ്റോൺ ചെറുതാണോ, ചെറുതുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് കൊടുക്കുക. പക്ഷേ അതിനുശേഷം കോർത്തെടുക്കുക. എന്നിട്ട് അതിനെ അതിനകത്തേക്ക് തിരിച്ച് കോർത്തെടുക്കുക. കണ്ടല്ലോ, തിരിച്ച് നമ്മൾ ആ വലിച്ചെടുക്കുമ്പോഴേക്കും അത് ടൈറ്റായിട്ട് അവിടെ ഇരിക്കും. ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക. ഒരേ കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ കളറിൽ രണ്ടെണ്ണം കോർക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളറിലുള്ള ചൂസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് എടുക്കുക. ഗോൾഡൻ ബീഡ്സ് ഇടുക. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിനടുത്തേക്ക് കൊണ്ടുപോവുക. തിരിച്ച് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക. തിരിച്ച് ആ ബീഡ്സിൻ്റെ, അതായത് അതിനകത്തൂടെ, ആ ഫ്ലവറിൻ്റെ അകത്തൂടെ അങ്ങ് വലിച്ചെടുക്കുക. ആ വലിച്ചെടുക്കുമ്പോൾ ഗ്യാപ്പ് വീഴാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത്രയും ചെയ്തത്. ഞാനതാ പറഞ്ഞ്, ഇത് ചെയ്തെടുക്കാൻ കുറച്ചൊരു സമയം, അല്ലാതെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല. സിമ്പിളാണ്. നമുക്കിങ്ങനെ തിരിച്ച് ഓർത്തെടുക്കണ്ടേ, അങ്ങനെയുള്ള സമയമാണ് എടുക്കാറ്. ഇനി അതിനുശേഷം ഇതുപോലെ കളർ ബീഡ്സ്, ഞാൻ ഈ ഡിഫറെൻറ്റ് കളേഴ്സാണ്, ഈ ഫ്ലവറും ഡിഫറെൻറ്റ് കളറായതുകൊണ്ട് ഇതുപോലെ ബീഡ്സ് എടുത്തു. അതിനുശേഷം ഇത് അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. നമുക്ക് എത്ര ലെങ്ത് ആണെന്നുള്ളത് നമ്മൾ ആ ഫോൾഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ. ഇനി അടുത്തത് ഓപ്പോസിറ്റ് ഇതുപോലെ ഒന്നെടുക്കുക. വീണ്ടും ഒരു ബീഡ്സ് ഇടുക. ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടും ഏകദേശം ഒരേ ലെങ്തിൽ നമ്മൾ മടക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് വളരെ വളരെ ഭംഗിയായിട്ട്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്, കാരണം ഈ ഒരു യൂപ്പിൻ വയ്ക്കുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ടിരിക്കും കേട്ടോ. കാരണം കുറച്ച് എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടിരിക്കുന്നതല്ലേ. ഇനി അടുത്ത് വീണ്ടും ഇതേ കാര്യം തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. വീണ്ടും ഫ്ലവർ ഇടുക. അതിൻ്റെ അകത്തേക്ക് ഒരു ഗോൾഡൻ ബീഡ് ഇടുക. നമ്മൾ നേരത്തെ ചെയ്ത് നിർത്തിയില്ലേ, അതിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ കൊണ്ടുവന്ന് ടൈറ്റായിട്ട് നിർത്തുക. അതിനുശേഷം തിരിച്ച് കോർത്തെടുക്കുക. അകത്തേക്ക് ഇട്ട് അതിന് പുറകിലൊന്നിങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഗ്യാപ്പ് വരില്ല. നമ്മൾ ആ കൈ കൊണ്ട് അവിടെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഗ്യാപ്പ് വരില്ല. ഇനി വീണ്ടും അടുത്ത് ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക, അടുത്തേക്ക് നേരത്തെ വെച്ചതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആ കൈ കൊണ്ട് അതിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. ബലമായിട്ട് നമ്മൾ അതിൽ പിടിക്കുമ്പോൾ എന്ത് ചെയ്യാന്നറിയാമോ, ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമുക്കിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നിൽക്കും. കണ്ടല്ലോ, അതിൽ ഗ്യാപ്പൊന്നും വരുന്നില്ല. ഇനി അതിന് രണ്ടിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുക. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നതാണ്, അവിടെ ടൈറ്റായി കഴിയും അതങ്ങ്. ഇനി അടുത്ത് വീണ്ടും രണ്ട് ബീഡ്സ് രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, ഒന്ന് എന്താ പറയുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുക. വീണ്ടും ഒരു ബീഡ് എടുക്കുക. ഇത് മിക്സ് ചെയ്ത് കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടി കളർഫുള്ളായിട്ടുള്ള ബീഡ്സ്. പിന്നെ ഇത് തന്നെ പല ഷേപ്പിലുണ്ട് കേട്ടോ. ഈ ഫ്ലവേഴ്സ്, അക്രാലിക് ഫ്ലവേഴ്സ് നമുക്ക് പല ഷേപ്സിലുണ്ട്, കളേഴ്സിൽ അവൈലബിൾ, ഡാർക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് വയ്ക്കുക. അടുത്ത് വീണ്ടും ഒരു ബീഡ് കോർത്തെടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം ഒരേ കളറിൽ വേണമെങ്കിൽ ഒരേ കളറിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അടുത്ത് ഇതുപോലെ കൊണ്ടുവരിക. വീണ്ടും ഒന്ന് അവിടെ മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ എടുക്കുക. നമുക്ക് എത്രയാണ് ലെങ്ത് വരേണ്ടത് അതിനെ തിരിച്ച് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇനി ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട്, നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട. നമ്മളുടെ ആ ഒരു ഹെയർ പിന്നിൽ റൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരിത് മതിയാവും കേട്ടോ. കണ്ടല്ലോ. ഇതുപോലെ ഇനി വീണ്ടും അടുത്തിൻ്റെക വീണ്ടും വേറൊന്നുമല്ല, വീണ്ടും ഫ്ലവർ ഇടുക. അതിലേക്ക് ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും ഫ്ലവർ ഇടുന്നു, അതിലേക്ക് ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നു. വേറെ ഒട്ടിക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് എത്ര ആവശ്യത്തിന് ഒരു ലെങ്ത് വേണം അത് ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂപ്പിനിലേക്ക് വെച്ച് ടൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതുപോലെ വീണ്ടും ബീഡ് ഇടുന്നു. അതിലേക്ക് ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ വെച്ചില്ലേ അതിനടുത്തേക്ക് കൊണ്ടുവരിക. ചേർത്ത് വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുക, പുറകിലേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക.
എപ്പോഴും ഞാൻ പറയുന്ന പോലെ അതിനകത്ത് നമ്മൾ കൈ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് തിരിച്ച് വലിച്ചെടുക്കുക. അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വീഴും, അതുകൊണ്ടാണ്. എന്നിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്യുക. ഈ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ബീഡ്സ് 2 സൈഡിൽ. ഞാനിത് ഒറ്റ ലെയറിൽ തന്നെയാണ് ചെയ്തു പോകുന്നത്. ഈ ബീഡ്സ് ഓപ്പോസിറ്റ്, കാരണം നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് കൊടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. കണ്ടോ, ഈ ഒരു ബീഡ് ഇട്ടിട്ട് അത് ട്വിസ്റ്റ് ചെയ്തു. ഇനി അടുത്ത് ഇപ്പുറത്തെ സൈഡ് നിർത്തിയിട്ട് നമ്മളൊന്ന് ബീഡ് ഇട്ടിട്ട് ഒരു ബീഡ് കൊടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. കണ്ടല്ലോ, അതെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. കണ്ടല്ലോ. ഇനി അത് വീണ്ടും ഒരുമിച്ചൊന്ന് ചേർത്ത് വയ്ക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി യൂപ്പിൻ എടുക്കുക. അതെ യൂപ്പിനിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈ ചെയ്യുക. കണ്ടല്ലോ, ആദ്യം ഒരു സൈഡിൽ ഇടയിലോട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ടൈറ്റ് ചെയ്ത്, കാരണം കമ്പി പോലെയല്ലേ ഇരിക്കുന്നത്, അത് ടൈ ചെയ്യുമ്പോൾ അതിലങ്ങിരുന്നോളും കേട്ടോ, ഇളകിയൊന്നും വരത്തില്ല. ഇനി അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് കുറവാണെങ്കിൽ നമുക്ക് വേറൊരു എന്താ പറയുക ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ടൈ ചെയ്തങ്ങ് വെച്ചാൽ മതി. ഒരു സൈഡ് ചെയ്തു. ഇനി അടുത്ത സൈഡ് 2 സൈഡിൽ ആ സെൻറ്ററിൽ കൂടെ എടുക്കുക. ഇനി എന്ത് ചെയ്യുക, അടുത്ത് ആ സൈഡ് ബാലൻസ് ഉള്ളത് ആ എഡ്ജിലും കൂടെ എന്ത് ചെയ്യുക, ടൈ ചെയ്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തന്നെ ഒരു ഗ്യാപ്പൊക്കെ വരും. ഒന്ന് അറേഞ്ച് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.